എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ യൂട്യൂബിലൊരു പയ്യൻ്റെ നമ്മുടെ സ്വത്ത് കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അതൊന്ന് കടം വാങ്ങിച്ച ഡയലോഗ്. എൻ്റെ സ്വത്ത് കുട്ടികളെ എല്ലാ മലയാളികൾക്കും നമസ്കാരം. അപ്പച്ചന്മാരും അമ്മച്ചന്മാർക്കും വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുട്ടികൾക്കും വേണ്ടി എല്ലാവർക്കും കാണാൻ വേണ്ടിയുള്ള ഫിലാഡൽഫിയയിലെ കാഴ്ചകൾ. അപ്പോൾ ഈ കഥയുടെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇവിടെ ദ ബ്രോഡ് സ്ട്രീറ്റ് എന്ന് പറയും, വൺ ഓഫ് ദ മെയിൻ സ്ട്രീറ്റ്സ്. നോർത്ത് തൊട്ട് സൗത്ത് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സ്ട്രീറ്റ് അത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇറ്റാലിയൻ മാർക്കറ്റ്. ഇത് ജയൻ്റ് ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ നടന്ന് പോകാൻ പോവാ. ദാറ്റ്സ് അവർ ടൂർ ടുഡേ. ഇതാണ് നമ്മുടെ യാത്ര എന്ന് ഇറ്റാലിയൻ മാർക്കറ്റ്. ഞാൻ പോയിട്ടില്ല ഇതുവരെക്കും, ആദ്യമായിട്ടാണ്. നമുക്കൊന്ന് പോയി നോക്കാം. ഓൾറൈറ്റ്. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്യും. അവരുടെ ബാൽക്കണി കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ് പണിതിട്ടില്ല. നൈസ്. ഇതൊരു 10-200 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും മിക്ക സംഭവങ്ങളും എല്ലാതും അറ്റ്ലീസ്റ്റ് 100-200 ഇയേഴ്സ് പഴക്കമുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുതിയ പണിയുന്ന ബിൽഡിങ്ങുകളെല്ലാം അതിനോട് മാച്ച് ചെയ്ത് കൊണ്ടുവരും, പണിതെടുക്കും. യൂറോപ്യൻ ആർക്കിടെക്ചർ മാക്സിമം പ്രിസർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ ബിൽഡിംഗ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ, വലിയ ക്രെയിൻ കണ്ടോ. ഇത് പുതിയ ബിൽഡിങ്ങുകളുടെ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്സ്, ഓഫീസസ്. കണ്ടോ, വലിയ ക്രെയിൻ കണ്ടോ. ഇതിപ്പോൾ നാട്ടിലുണ്ടാകുമായിരിക്കും അല്ലേ, ഇങ്ങനത്തെ വലിയ വലിയ ക്രെയിനുകൾ. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറേ നാളായി. അത് കാരണം ഒരു 10 വർഷത്തിനും കൂടുതലായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ നാട്ടിൽ എന്തൊക്കെയുണ്ട് ഡെവലപ്മെൻറ്റ്സ് ഒന്നും അധികം അറിയില്ല. ഈ സിനിമകളിലൂടെയും വീഡിയോകളിലെയും കാണുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ന്യൂസ് ഉണ്ടല്ലോ, നാട്ടിലത്തെ ന്യൂസ്. ഞാനൊരു ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്ത് വെച്ച് നോക്കി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത്. ഈ ന്യൂസ് കേട്ടാൽ തന്നെ തോന്നുന്നു അവരെല്ലാം വളരെ എക്സെൻട്രിക് ആയിട്ട്, അവിടെ ഇതാണ്, ഞാൻ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ വലിയ പ്രശ്നമാണ്, കോലാഹലമാണ്. ശരിക്കും ന്യൂസ് കണ്ടില്ലെങ്കിൽ നമുക്ക് വളരെ സമാധാനമാണ്. ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എസ്പെഷ്യലി മലയാളം ചാനലിലൊക്കെ. ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, നമ്മുടെ പിഷാരടി അവതരിപ്പിക്കുന്നതേ. ലൈക്ക് പണ്ടൊക്കെ DD മലയാളത്തിലെ ഇവർ ന്യൂസ് വായിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് ഇലക്ഷൻ നടന്നു, കൊച്ചിയിൽ ഇന്ന് അത് നടന്നു, വളരെ ഒരു വികാരമില്ലാത്ത രീതിയിൽ പണ്ട് DD മലയാളത്തിലൊക്കെ ന്യൂസ് വായിച്ചിരുന്നത്. അതേസമയം അവർക്ക് അതുകൊണ്ട് വലിയ അതൊരു ന്യൂസ്, അവിടെ അങ്ങനെ എന്തോ നടന്നു. പക്ഷെ ഇപ്പോഴത്തെ ന്യൂസുകൾ വായിക്കുന്നതും ന്യൂസ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഏതാണ്ട് നമുക്ക് എന്തോ പ്രശ്നം വരാനുള്ള ആ രീതിയിലാണ് ന്യൂസ് റിപ്പോർട്ടിങ്. അവിടെ ഭയങ്കര ഇതാണ്, പ്രശാന്ത് ഇവിടെ ഇതാണ്, മറ്റേ റിപ്പോർട്ടേഴ്സ് ഇവർ ആസ് എഫ് എന്തോ വലിയ പ്രശ്നങ്ങൾ, ലൈക്ക് ആസ് എഫ് നമ്മുടെ മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ലൈക്ക് അങ്ങനത്തെ ന്യൂസ് കാണാനുള്ള ഇതില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ പോരെ. നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസുകളും മെസ്സേജുകളും നമ്മൾ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല അതിന്. അതാണ് ഞാനിതൊന്നും അങ്ങനെ ന്യൂസൊന്നും അധികം കാണാറില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ത്രൂ വരാം. അത്ര അത്യാവശ്യമുള്ള ന്യൂസുകളാണെങ്കിൽ നമ്മൾ അറിയേണ്ടതാണെങ്കിൽ അറിയും. നമുക്കല്ലാതെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ എനിക്ക് താല്പര്യമില്ല. അൺവാണ്ടഡ് മെസ്സേജസ് ന്യൂസ് നോ.
നമുക്ക് ഇഷ്ടമുള്ളതും കാണാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എനിക്കതാണ് താല്പര്യം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അതെല്ലാം ഓരോരുത്തരും ഇഷ്ടമല്ലേ. ഇതാണ് ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ടോ, എല്ലാം വെൽ സ്ട്രക്ചേർഡ് ആൻഡ് ക്ലീൻ. ഇതാണ് ഹോത്തോൺ റിക്രിയേഷൻ സെൻറ്റർ. കൊള്ളാമല്ലോ, പബ്ലിക്കിനുള്ള കേട്ടോ ഇത്. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിനകത്ത് പോയി നോക്കാം എന്താണ് ഇത്രയധികം റിക്രിയേഷൻ ഉള്ളതെന്ന്. ഒരു കൾച്ചറൽ സെൻറ്ററാണ്. ഇന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇറ്റാലിയൻ മാർക്കറ്റ്. നമുക്ക് അവിടെ പോയി നോക്കാം. കണ്ടോ, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയാണ് ഇവിടുത്തെ. ഇവിടെ ഇപ്പോഴും ആ ആർക്കിടെക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിംഗ് കണ്ടോ, ചെറിയൊരു ഇതെങ്ങനെ പണിതത് അല്ലേ, ബ്യൂട്ടിഫുൾ. അത് വേറൊരു പുതിയ ബിൽഡിംഗ്. നൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ സ്ട്രീറ്റിലും ഇതുപോലെ ഭംഗിയുള്ള ബിൽഡിങ്ങുകളും ഒരു ഇതാണ്. സോ ബ്യൂട്ടിഫുൾ. ഭാവി ബിൽഡിംഗ് ഉണ്ട്. ഇത് രസം, അതിൻ്റെ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിരിക്കുന്നത്. നൈസ്. ഇറ്റാലിയൻ മാർക്കറ്റ് എത്തുന്നില്ലല്ലോ, വഴി തെറ്റിയാവും. നമുക്ക് വഴിയിൽ കാണുന്ന ആരോടെങ്കിലും ചോദിക്കാം എവിടെയാണ് ഇറ്റാലിയൻ മാർക്കറ്റ് എന്ന്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് എത്തിയില്ലെങ്കിലോ. ഞാൻ GPS ഏകദേശം ഒരു ലൊക്കേഷൻ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ഈ ഓട്ടം സീസണായി, ഇല കൊഴിയുന്ന സീസണാണ്. ആ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നല്ലോ, ഗുസ്തിക്കാരിയാണ്. എന്താ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ഇവിടെ ഒരു പയ്യൻ ബിൽഡിംഗ്. Where's the Italian market? The Italian market? You keep walking down this way, it's on 9th Street. Gotcha. Thank you. ആ കുട്ടി പറഞ്ഞു തന്നു കണ്ടോ. Wow, nice houses again. അപ്പോൾ നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. Just said go straight, go down the street and you see it. വേണ്ട, ഞാൻ GPS നോക്കിയത് ശരിയാണ്, കറക്റ്റാണ് ലൊക്കേഷൻ. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൽ മതി. അതിങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ നമ്മൾ ഡ്രൈവ് ചെയ്യുമെന്നല്ലോ. ഡ്രൈവ് ചെയ്യുമ്പോൾ GPS വളരെ നല്ലതാണ്. ലൈക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നയാഗ്രയ്ക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ GPS വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷേ 6 മണിക്കൂറിൻ്റെ ട്രിപ്പ് 12 മണിക്കൂർ എടുത്തു. അപ്പോൾ അത്രയ്ക്ക് റിലയബിൾ അല്ല. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഓടിക്കാമെന്നല്ലാതെ
ഒരു ഐഡിയ എപ്പോഴും വേണം മനസ്സിൽ എങ്ങോട്ടാണ്. കണ്ട ഇയാളിങ്ങനെ ഇവിടെ ഇരുന്ന് പടി ചെയ്താ എന്താ അല്ലേ. അയാൾ ഈ ഫിലീസ് ഗെയിം കണ്ടിരുന്ന് വട്ടായി. ജീവനുണ്ടാവുമോ? ഹലോ ഇല്ല. അപ്പോൾ ആത്മാവൊന്നുമില്ല, ചുമ്മാ ചില്ലിയോ. ഇതിവിടെ ഒരു പാർക്ക് ഉണ്ട്, ആൾക്കാർക്ക് ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യാനായിട്ടൊരു സ്ഥലം ഉണ്ട്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവർക്കും വന്നിരിക്കാം. ഇറ്റ്സ് എ നൈസ് പാർക്ക്. ഇതാണ് ബ്രഡസിനോ പാർക്ക്. ഞാൻ അതിനിടയ്ക്ക് അപ്പാപ്പനോട് ഹായ് പറഞ്ഞു. നമുക്ക് കുറച്ച് ചൈനീസ് വാക്കുകളൊക്കെ അറിയുന്നതാണ്. ഞാൻ ഹലോ പറഞ്ഞു. ഒറ്റയ്ക്ക് ഇരിക്കില്ല, നമ്മൾ ഫ്രണ്ട്ലി അല്ലേ. നമ്മൾ എല്ലാവരോടും, കുട്ടിയോട് ഇരുന്ന് ജോലി ചെയ്യുന്നു, നമുക്ക് എല്ലാവരോടും സ്നേഹത്തിൽ ഒരു ഹായ് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടോ? നമ്മൾ എത്താറായിട്ടോ. അതിൻ്റെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇറ്റാലിയൻ മാർക്കറ്റ്, ഫിലഡൽഫിയ. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്, അത് പറയുന്ന രീതിയുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു തന്മയത്വത്തിലൂടെയും ചില വാക്കുകൾ നമ്മൾ സ്ട്രെസ് കൊടുക്കും. അതേപോലെ തന്നെ പല ഇംഗ്ലീഷ് ഡയലക്റ്റിലും ചില സിലബിൾസ്, ചില ലെറ്റേഴ്സ് എക്സ്ട്രാ പ്രൊണൗൺസ് ചെയ്യും. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് കുറച്ച് ചില വാക്കുകൾ, ഈ വവൽസൊക്കെ അവർ കുറച്ച് എക്സ്ട്രാ റെസൊനേഷൻ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രവി എന്നുള്ള വാക്ക് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ പറയാമെന്ന് അറിയും? റാവി. അതാണ് ചില സിലബിൾസ് അവർ സ്ട്രെസ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ റഷ്യൻ ലാംഗ്വേജിൽ യെസ് എന്ന് വെച്ചാൽ DA. പക്ഷെ അവർ പറയുമ്പോൾ ഒരു പൂച്ചത്ത് തോടി അങ്ങനെയാണ്. എല്ലാ ഭാഷകളിലും അതിൻ്റെതായ ഒരു സ്ലാങ്ങുകളുണ്ട്. നമ്മൾ ഇവിടെ ഇറ്റാലിയൻ മാർക്കറ്റ് എത്തിയിട്ടോ. കണ്ട ഓൾറെഡി നമുക്ക് ഈ വഴി എടുക്കാം. ഒരു ചേട്ടൻ അവിടെ വഴിയിലിരിക്കണ്ടല്ലോ, പുള്ളി എന്തോ വെക്കാന്ന് തോന്നുന്നു. കണ്ടത് റോക്കിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സ്റ്റോറാണത്. റോക്കിയുടെ പടമൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ. റോക്കിയുടെ പടമല്ല, ഓക്കെ. ഇതാണ് ഇറ്റാലിയൻ മാർക്കറ്റ്. വാവ്, ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 2 മണി ആയിട്ടുള്ളൂ. വാവ്, ലുക്സ് നൈസ്. ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ? കൺഫ്യൂസ്ഡ്. 2 സൈഡിലും ഇതുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം റൈറ്റ് എടുത്ത് നോക്കാം. സാധനങ്ങളൊന്നും ഇല്ലേ? ആൾക്കാരൊന്നും വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇറ്റാലിയൻ മാർക്കറ്റ് വിചാരിക്കുമ്പോൾ വിചാരിക്കും ഇറ്റാലിയൻ. തുടങ്ങിയിട്ടുള്ളൂ. സാധനങ്ങളൊക്കെ കുറച്ച് പറക്കി വെച്ച് തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു. ആരെയും കാണുന്നില്ലല്ലോ. ഐ മീൻ വാവ്, സാധനങ്ങൾ വെച്ച് തുടങ്ങിയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ മെയിൻ ടൈം. ഇവിടെ സമ്മർ മെനു. ഇവിടെ അതിനിടയ്ക്ക് ചെറിയൊരു പരിപാടി, കോക്കനട്ട് വാട്ടർ, കോൾഡ് സമ്മർ മെനു. ചെറിയൊരു എല്ലാ ഫ്രണ്ട്സ് അറിയുന്നവരുണ്ടല്ലോ. What time does it open? Is it open or? Sorry? I see. നിങ്ങളുടെ അടുത്ത് പീനട്ട്സ് ഒക്കെ ഉണ്ട്, $2. പീനട്ട്സ് കുഴപ്പമില്ല. നമ്മുടെ പേരിൽ കുറച്ച് പീനട്ട്സ് വീട്ടിലിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നല്ലേ. അപ്പോൾ നൈസ്. നമുക്ക് പോവാം. ഓ, ഇത് കണ്ടോ, അടുത്ത മീറ്റ് മാർക്കറ്റ് കണ്ടോ. കപ്പുയിലോസ്. ഇത് ഇറച്ചിയുണ്ടോ? ഇത് പോർക്ക്,
പോർക്കിൻ്റെ തലയൊക്കെ വെച്ചിരിക്കണുണ്ടോ? ഓ നൈസ്. ആ എല്ലാവരും പതുക്കെ പതുക്കെ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ അമേരിക്കയിൽ കണ്ടിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു ഓപ്പൺ മാർക്കറ്റ് ആദ്യമായിട്ടാണ്. ഒരു സാധനങ്ങളുണ്ട്, ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ, നൈസ്. ഓ ഈ കോൺ, ഞങ്ങൾ ഇവിടെ കോൺ പിക്കിങ്ങിന് പോയിണ്ടായിരുന്നു പേരൻസ് വന്നപ്പം. ശരിക്കും എന്ത് മധുരാന്നറിയോ, ഞങ്ങൾ ഫ്രഷ് സാധനം അവിടെ നിന്ന് പറിച്ച് ഫ്രഷ് കോൺ ഫീൽഡിൽ നിന്ന് പറിച്ച് കഴിച്ചു. ഭയങ്കര മധുരമായിരുന്നു. ഞങ്ങൾ ശരിക്കും ആപ്പിൾ പിക്കിങ്ങിന് പോയത്, പക്ഷെ അവിടെ ഇപ്പോൾ ആ സീസണിൽ ബ്ലൂബെറിയും സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ കോണായിരുന്നു ഒരു ഇൻട്രസ്റ്റിങ്. ഇതിപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് കാണാനല്ലേ, പച്ചക്കറിയൊക്കെ നാട്ടിലില്ലേ. അപ്പോൾ എൻ്റെ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ ഓപ്പൺ മാർക്കറ്റ് ചൈന ടൗണിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ ഇറ്റാലിയൻ മാർക്കറ്റിൽ അധികം കണ്ടിട്ടില്ല. ഇവിടെ കണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ കോൺ, ഞാൻ പറഞ്ഞ കോൺ വന്നു. ഇത് ഞങ്ങൾ പച്ചയ്ക്ക് പറിച്ചിട്ടാണ് അവിടെ നിന്ന് കഴിച്ചത്. മധുരമായിരുന്നു അറിയോ. ഇതതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഇലയൊക്കെ പറിച്ച് ഇതായിട്ട് മാത്രം. ഇതിന് മധുരമില്ല, മിക്കവാറും മധുരം ഉണ്ടാവില്ല. യെല്ലോ ആൻഡ് വൈറ്റ് ഉള്ളതിന് മധുരം ഉണ്ടാവും. ഇവിടെ മറ്റേ ഇതുണ്ടല്ലോ, നല്ല ബ്രഞ്ചാൾ അലുവോറയുടെ പീസൊക്കെ ഉണ്ടല്ലോ. ഇത് കാര്യം, ഇതിന് പേര് ഇറ്റാലിയൻ മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻസ് അത്ര അധികം ഇല്ല അവിടെ. ഓ സീ ഫുഡ് ആണോ? ഞണ്ട്, എൻ്റെ ഗ്രാൻഡ് മദറിനൊക്കെ വളരെ ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് ഞണ്ട് ഇഷ്ടമാണ്. ഇന്ന് അത്ര ക്രൗഡഡ് അല്ല. എനിക്ക് തോന്നുന്നു വീക്കെൻഡ്സ് ആയിരിക്കുമ്പോഴാവും ക്രൗഡഡ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. പക്ഷെ ഇവിടെ കണ്ടോ കണ്ടമാനം കുറേ ഇത് വന്നിട്ടുണ്ട്, ഡ്രഗ്സ് ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവിടെ ഉണ്ട്, അതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ബഞ്ച് ഓഫ് സ്ട്രീറ്റ്സ്, വൺ സൈഡഡ്, ടു സൈഡഡ്. നമ്മളെല്ലായിടത്തും ഒരു വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊന്ന് തിരക്കുണ്ടാവുമായിരിക്കും. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ഇറ്റാലിയൻ മാർക്കറ്റ്. നമുക്കൊന്ന് അങ്ങോട്ട് നടന്നു നോക്കാം. എന്തായാലും ഇവിടെ വന്നാലേ നമുക്കെല്ലാം ഒന്ന് കണ്ടുപോവാം. നിങ്ങളെയും കാണിക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിചാരമില്ല എനിക്ക്. കൂടെ നിങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നടക്കുന്നത്. പിന്നെ നിങ്ങളെയും കാണിക്കാം, എനിക്കും കാണാം. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിപ്പോ കണ്ടമാനം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ഇവരുടെ ഒരു സലൂണാണ്. എപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ. മദ്യശാല ആണോ, ഹാപ്പി അവർ മദ്യശാല ബാർ. കൊറോണ എന്ന് വെച്ചാൽ അവരിവിടെ കണ്ടമാനം ഈ സ്പാനിഷ് ലാറ്റിൻ അമേരിക്കൻസ് കുടിക്കുന്ന ഇതാ. ഇവിടെയും കണ്ടോ ഇത് മറ്റേ സ്റ്റാച്യൂസ്, സ്കൾപ്ചേഴ്സ്, വെഡിങ് ഗൗൺസ് എല്ലാം ഉണ്ട് ഇവരുടെ അടുത്ത്. ഓഹോ, വീഡിയോ ഗെയിമിൻ്റെ സ്റ്റോറാണല്ലോ. നൈസ്. ഇത് റെസ്റ്റോറൻറ്റ് ഇതിനിടയ്ക്ക് ബിയൻവെനീദോസ് റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഇതെന്താ ക്യാഷോ സെയിം തന്നെ, റെസ്റ്റോറൻറ്റാണ് അത്. റെസ്റ്റോറൻറ്റ്
ഇതൊരു വലിയ ഓപ്പൺ എയർ മാർക്കറ്റ് പോലെ. അവിടെ ഉണ്ട് സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുണ്ട്. സമ്മർ കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു വീട്ടിൽ ഓടിക്കാനായിട്ട്. എനിക്ക് ബൈക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം എന്തായാലും സമ്മർ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വർഷം ആവശ്യമില്ല. ഇത് കണ്ടോ, ഒരു കുഞ്ഞു വണ്ടി കണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് ഓടിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ്, ഇവിടേക്ക് മാറുന്നതിന് മുമ്പ് കണ്ടിരുന്നു. ഇത് നല്ല നീളമുള്ളൊരു മാർക്കറ്റാണ്. ഇന്നിപ്പോൾ വീക്ക് ഡേ ആയിരുന്നു, അധികം ആളുകളില്ല. വീക്കെൻഡിലേക്ക് ഇമാജിൻ, ഇത് നമ്മുടെ ഇവിടെ കൂടുതലും നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ ആൾക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് കൂടുതൽ ലാറ്റിൻ അമേരിക്കൻസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പം ഫിലഡൽഫിയ സിറ്റിയുടെ അകത്തല്ലേ. സോ വാവ്. ഇത് കുറേ സ്റ്റോർസ്. ഇവിടെ ഒരു മിക്സ്ഡ് ക്രൗഡാണ്. കുറച്ച് ഇറ്റാലിയൻസ് ഞാൻ കണ്ടിരുന്നു. കുറച്ച് ഇറ്റാലിയൻസ് ഉണ്ട്. കൂടുതലും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 60-70% കൂടുതലും ലാറ്റിൻ അമേരിക്കൻസ് ആണ്. അവർ പിന്നെ സ്പാനിഷ് ആൻഡ് ഇറ്റാലിയൻ ലാംഗ്വേജസ് സെയിം അല്ലേ, ലൈക്ക് ഓൾമോസ്റ്റ് സിമിലർ. സെയിം അല്ല, എന്നാലും ഓൾമോസ്റ്റ് വെരി സിമിലർ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്. ഇത് ഫ്രഷ് കോഴി ഇവിടെ കിട്ടും കണ്ടോ. കോഴി, താറാവ്, മുയൽ, റാബിറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടോ, കോഴി, താറാവ്, മറ്റേ കാണിച്ചിട്ട് നിങ്ങൾക്ക് താറാവ് സാധനം ഉണ്ടല്ലോ. ഇത് കോഴി, നാടൻ കോഴി. ഹായ്, താറാവ്. വാവ്, താറാവ് ഉണ്ട്. താറാവ് പോലത്തെ ഒരു സാധനം. ലോസിയാന്തോ. അവൻ ചിരിച്ചിട്ട് പറഞ്ഞു പടം എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, സോറി, നമുക്ക് കുറച്ച് കണ്ടാൽ മതിയല്ലോ. ഇതെന്തത്? ഈ ഗുസ്തിക്കാരുടെ ചോക്ലേറ്റ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്. പക്ഷെ ഇത് മറ്റേ ഈ WWE ഇത് ഫില്ലിയുടെ ക്യാപ്പ്. പക്ഷേ ഇത് നമ്മൾ ശരിക്കും WWE ആൾക്കാർ വെക്കുന്ന തൊപ്പിയത്. ഗുസ്തിക്കാരില്ലേ, അതെനിക്ക് തോന്നുന്ന പോലെ സ്പാനിഷ് സംഭവം. എനിവേസ്, ഇതൊരു പഴയ പിയാനോ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു വീക്കെൻഡിൽ ഇവർ ഇവിടെ ഒരു പാർട്ടി ആയിരിക്കും. ഒരു പാർട്ടി വൈബ് ഉണ്ട് ഇവിടെ. ഇതൊരു നമ്മുടെ അക്കരെ കാഴ്ചയുള്ള പാപ്പൻ. ഇത് ഏതാടെ ഈ കറുത്ത പുണ്യാളൻ അല്ല, ഇത് ഇവിടുത്തെ ഒരു വലിയ, അത് മറ്റേ ഷാക്ക് മുസ്തഫ, ഷാക്ക് വില്യം, മറ്റേ ഒരു പ്രോപ്പർ സെലിബ്രിറ്റിയാണ്. മറ്റേ പാട്ടും ബാസ്കറ്റ്ബോളൊക്കെ ഉള്ള ആളാണ്. ഇതൊരു സ്റ്റൈലുണ്ട് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾക്ക്. എനിക്ക് വീക്കെൻഡിൽ ഇവിടെ വരണം. വരുന്ന ഇറ്റ്സ് നൈസ് സ്പോട്ട്, ഒരു ഹാപ്പനിങ് സ്പോട്ടാണ്. കനോളി കിങ്. ഇതിൻ്റെ അടുത്തൊരു പാർക്ക്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയ മാർക്കറ്റായിരിക്കുന്നത്. ഇറ്റ് ഈസ് സോ ഹാപ്പനിങ്. എനിക്ക് തോന്നുന്ന ഒരു വീക്കെൻഡിൽ ഇവിടെ ശരിക്കും നിറച്ച് ആളുകളും. ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ, വീക്ക് ഡേ ആയിരുന്നു, അത്ര ഇതായിട്ട് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ കണ്ടോ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സൗകര്യമൊക്കെ ആയിട്ട്. സ്റ്റേക്സ്, ഇത് മറ്റേ ബീഫ് സ്റ്റേക്ക്, സ്റ്റേക്സ്. കണ്ട എല്ലാവരും ഇരുന്ന് കഴിച്ച് എൻജോയ് ചെയ്യും. അതെനിക്ക് തോന്നുന്നു ശരിക്കും ഇറ്റ്സ് നൈസ് സ്പോട്ട്. ഇതിവിടെ ഒരു പാർക്കുണ്ട്. പയ്യൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്നു.
ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. ഇത് വേറൊരു ഫാറ്റ്സ് കിങ് ഓഫ് സ്റ്റേക്സ്. ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാനും എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് അടുത്ത വട്ടം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ബോൺ അപ്പറ്റീറ്റ്. നിങ്ങളും ഭക്ഷണം കഴിക്കുക, സമയമാണെങ്കിൽ കഴിക്കുക. ഓൾറൈറ്റ്, താങ്ക് യു. ടോക്ക് ടു യു സൂൺ.